നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടിയിൽ കോഴി ഫാമിലെ കോഴികളെ കുറുക്കൻ കൊന്നൊടുക്കി. മേലൂർ കൂവക്കാട്ടുകുന്ന് മേച്ചേരി വീട്ടിൽ പോളിയുടെ ഫാമിലെ 200-ൽ പരം ഇറച്ചിക്കോഴികളെയാണ് കുറുക്കന്മാർ കൊന്നിട്ടത്. സമീപത്തെ വീടുകളിലെ കോഴിക്കൂടുകളിലെയും കോഴികളെ കൊന്നിട്ടിട്ടുണ്ട്. ആളൂർ വാണിയമ്പാടം പാടശേഖരത്തിൽ നെൽകൃഷി വെള്ളം കയറി നശിക്കുന്നു. അസമയത്ത് കനാലിലൂടെ വെള്ളം തുറന്നുവിടുന്നതാണ് വെള്ളം കയറാൻ കാരണം. പാടശേഖരത്തിൽ വെള്ളം കയറി കൃഷി നശിക്കുന്നതിനെക്കുറിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ദേശീയപാത 66 മതിലകം പുതിയക്കാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികളായ ജോർജ്, അന്തോണി, അനീഷ്, മൈസൂർ സ്വദേശി പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ യുവതി പിടിയിൽ. കേരളത്തിലെ പ്രമാദമായ ഹണി ട്രാപ്പ് കേസിലെ പ്രധാന പ്രതിയായ വാടാനപ്പള്ളി രായ്മരക്കാർ വീട്ടിൽ റുക്സാന ഭാഗ്യവതിയാണ് പിടിയിലായത്. കേസിൽ 1-ാം പ്രതിയായ സുധീഷിനെയും റുക്സാനയുടെ ഭർത്താവായ സജീറിനെയും മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി കവർച്ച കേസിൽ മാള സ്വദേശി അറസ്റ്റിൽ. താമരശ്ശേരി ചുരത്തിൽ വെച്ച് മൈസൂർ സ്വദേശിയെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഘാംഗം അറസ്റ്റിൽ. മാള വടമ സ്വദേശി കുറ്റിപ്പുഴക്കാരൻ വീട്ടിൽ സജിലിനെയാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി TK ഷൈജുവും സംഘവും പിടികൂടിയത്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച വടക്കുന്നാഥ മൈതാനിയിലെ വേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് BJP യൂത്ത് കോൺഗ്രസ് സംഘർഷം. പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും അസഭ്യവർഷവുമുണ്ടായി. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകില്ലെന്ന് K മുരളീധരൻ MP. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്ക് കേരളത്തിലേക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മോദിയുടെ തന്ത്രങ്ങളൊന്നും വില പോകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ കണ്ട് ആരും പനിക്കേണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പ്രധാനമന്ത്രിയല്ല ആര് വന്നിട്ടും കാര്യമില്ല. കൈ കാണിക്കുന്നവരുടെ എണ്ണം വെച്ച് സീറ്റ് കെട്ടുമെന്ന് BJP വിചാരിക്കേണ്ടെന്നും K രാജൻ പറഞ്ഞു. സഹപ്രവർത്തകന്റെ വീട് പാർക്കലിന് ഉദ്യോഗസ്ഥർ പ്രവൃത്തി സമയത്ത് ഓഫീസുകൾ അടച്ചുപോയത് വിവാദമാകുന്നു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇറിഗേഷൻ വകുപ്പ് കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും ഇറിഗേഷൻ സെക്ഷൻ ഓഫീസുമാണ് പ്രവൃത്തി സമയത്ത് അടച്ചത്. പുതുവർഷത്തിലും സമയം തെറ്റിച്ച് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ക്ലോക്ക്. സൗത്ത് ജംഗ്ഷനിൽ സുരഭി തിയേറ്ററിന് മുന്നിലെ ഡിവൈഡറിൽ ലയൺസ് ക്ലബ്ബ് സ്ഥാപിച്ചിരുന്ന ക്ലോക്കിലാണ് ഇപ്പോഴും സമയം തെറ്റായി കിടക്കുന്നത്. 2018 ഇവിടെ ക്ലോക്ക് സ്ഥാപിച്ചത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.